നിലവിലെ 2018 പ്രളയമായിട്ട് ബന്ധപ്പെട്ട് ആഗസ്റ്റ് 16-ാം തീയതിയാണ് നമുക്ക് ഇവിടെ ബാധിക്കുന്നത്. ആദ്യം നമ്മൾ ക്യാമ്പ് ആരംഭിച്ചത് കുട്ടികളുടെ സ്കൂളിലാണ്. പക്ഷേ സ്കൂളിലെ ക്യാമ്പിലേക്ക് സത്താറേൻ്റെ ദ്വീപിലുള്ള ആൾക്കാർ ഉൾപ്പെടെ വന്ന് ആ ക്യാമ്പ് പക്ഷേ നമുക്ക് മാലിയങ്കര, ചിട്ടിക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ പുഴവക്കത്തിലൊക്കെ നല്ല രീതിയിൽ വെള്ളം പൊന്തിയപ്പോൾ അവരൊക്കെ നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്തത് ആർട്സ് കോളേജിലേക്കാണ്. ആർട്സ് കോളേജിൽ തികയാണ്ട് വന്നപ്പോഴാണ് നമ്മൾ SNMIMTയിലേക്ക് ക്യാമ്പ് മാറ്റിയത്. SNMIMT എന്ന് പറഞ്ഞാൽ 2000-ന് മുകളിൽ ആൾക്കാരവിടെ താമസിച്ചിരുന്നു. വളരെ ശുഷ്കമായ രീതിയിലാണ് ക്യാമ്പ് ആരംഭിച്ചെങ്കിലും പിന്നെ ആൾക്കാർ കൂടി അതിനുള്ള നമുക്കുള്ള മെറ്റീരിയൽസ് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഉദ്യോഗസ്ഥരെന്ന രീതിയിൽ നല്ല ഇടപെടലുണ്ടായിരുന്നു. വില്ലേജിൻ്റെ ആയാലും താലൂക്കിൻ്റെ ഉദ്യോഗസ്ഥർ ക്യാമ്പിന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാർ ആ പ്രദേശത്ത് നിന്ന് 1, 2 പിന്നെ 4, 5 പോലെ വാർഡ് മെമ്പർമാരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ക്യാമ്പിലേക്ക് സഹകരിച്ചിരുന്നു. മെറ്റീരിയൽസ് ഈ പറഞ്ഞ പോലെ എല്ലാ സാധനം നമുക്ക് എത്തുന്നത് കൂടുതലും വെള്ളം ഈ തെക്കോട്ട് വെള്ളം പൊയ്ക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് വൈപ്പിൻ വഴി എന്നാണ് കൂടുതലും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം എത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ വടക്ക് പ്രദേശങ്ങൾ എത്തിയിരുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ എന്ന രീതിയിൽ ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയതീതമായിട്ട് പറയാം നമുക്കവിടെ. പക്ഷേ MLA പങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ MLA ഈ 2018 പ്രളയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മാലിങ്കര എന്ന ക്യാമ്പിൽ ഉൾപ്പെടെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് ആണ് MLA ആ സ്ഥലത്ത് എത്തിപ്പെട്ടത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണുന്ന മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്ന ഒരു സതീശനല്ല ഈ ക്യാമ്പ് 2018 ക്യാമ്പിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കാരണം തിരിഞ്ഞു വെക്കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതെല്ലാം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി ബോധ്യമുള്ളതാണ്. നമ്മുടെ ആ ക്യാമ്പ് കഴിഞ്ഞ ശേഷം ആ ക്യാമ്പിൽ മൊത്തം ക്ലീൻ ചെയ്യാൻ ഉൾപ്പെടെ നമ്മുടെ വടക്കുന്നുള്ള സഹാക്കൾ ഉൾപ്പെടെ പാട്ട് സഹാക്കളായാലും CIT സഹാക്കളായാലും മറ്റങ്ങനെ ഇതര സംഘടനകളെല്ലാവരും സന്നദ്ധ പ്രവർത്തകരെല്ലാം വന്നാണ് ഈ ക്യാമ്പെല്ലാം ക്ലീൻ ചെയ്തത്. അതോടൊപ്പം തന്നെ വീടുകളെല്ലാം ഒരു നല്ല കനത്തിൽ ഒരു 6 ഇഞ്ചോളം കനത്തിൽ ചെള്ളയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട് എല്ലാവരും വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ നേതൃത്വം എന്ന രീതിയിൽ MLA ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം MLA നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടാണ് നിൽക്കുമ്പോൾ തന്നെയും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വടക്കേക്കര പഞ്ചായത്ത് എന്ന പഞ്ചായത്ത് വർഷങ്ങളായിട്ട് 2 വർഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നടക്കുന്ന എന്ത് പ്രവർത്തനത്തിലായാലും MLA തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉള്ളത്. അത് ഗൗരവമായിട്ട് തന്നെ മാധ്യമങ്ങൾ എടുക്കുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ട്. അന്ന് അദ്ദേഹം കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ മണ്ഡലത്തിൽ പോലെ എത്തിയത്. അന്ന് ജനങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നല്ലോ. അതെ, അന്ന് പറഞ്ഞ പോലെ ജനങ്ങളെല്ലാം MLA എവിടെയാണെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥലത്ത് വരാത്ത വരുമ്പോൾ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവില്ല. ആ ഒരു പ്രതിഷേധങ്ങൾ ജനങ്ങൾ കാണിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമ്പുകളെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഞാനും ഉണ്ടായിരുന്നു SNMIMTയിലാണ്. ആ ക്യാമ്പ് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. എല്ലാം നല്ല രീതിയിൽ. അതോടൊപ്പം നമ്മുടെ ഒരു നാട്ടുകാരൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ ചേട്ടൻ ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ നമുക്ക് ഐറ്റംസ് എത്തിച്ചേരുന്ന സമീപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും അറ്റത്തായതിൻ്റെ പേരിൽ തെക്കുന്നുള്ള ഐറ്റംസൊക്കെ എല്ലാം നമുക്ക് മുനമ്പം പാലം വഴി എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ക്യാമ്പുകളെല്ലാം സജീവമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ MLA ആ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ്.